അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈനിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ജൂണിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ടി ഓഫ് എൻ ഈക്വൽ ടു 2tn/2 plus n log n. ഇത് സോൾവ് ചെയ്യേണ്ടത് ബൈ യൂസിങ് മാസ്റ്റർ മെത്തേഡ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം മാസ്റ്റർ മെത്തേഡിൻ്റെ ജനറൽ ഫോർമുല ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു ATN/B പ്ലസ് എഫ് ഓഫ് എൻ. അപ്പോൾ അതിൽ നമ്മൾ എഫ് ഓഫ് എൻ എന്ന് നോക്കാം. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ വരുന്നത്? എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ ലോഗ് എൻ അല്ലേ? ഇങ്ങനെ എഫ് ഓഫ് എൻ വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട മെത്തേഡ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് മാസ്റ്റർ തിയറത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് മാസ്റ്റർ തിയറത്തിൻ്റെ എക്സ്റ്റൻഷൻ നോക്കാം. ഓക്കെ, ഇഫ് എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് പി ഇൻറ്റു ലോഗ് റേസ് ടു കെ എൻ, ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണെങ്കിൽ എഫ് ഓഫ് എൻ വന്നിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ 3 കേസായിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് കേസ് ഇഫ് കെ ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് പി ഇൻറ്റു ലോഗ് കെ പ്ലസ് 1 എൻ, അതായത് ലോഗ് റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു എൻ. ഇനി സെക്കൻഡ് കേസ് ഇഫ് കെ ഈക്വൽ ടു -1 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് പി ഇൻറ്റു ലോഗ് എൻ. ദെൻ മൂന്നാമത്തെ കേസ് ഇഫ് കെ ലെസ് ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് പി ആണ്. ഇങ്ങനെ 3 കേസാണ് മാസ്റ്റർ തിയറത്തിൻ്റെ എക്സ്റ്റൻഷനിലുള്ളത്. അപ്പോൾ നമ്മളെ പ്രോബ്ലം എങ്ങനെ ഈ ഒരു മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മുടെ പ്രോബ്ലത്തിൽ എക്ക് കറസ്പോണ്ടിങ് ആയി വരുന്ന വാല്യൂ എന്താണ്? 2 ആൻഡ് ബിക്ക് കറസ്പോണ്ടിങ് ആയി വരുന്ന വാല്യൂ 2. എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ ലോഗ് എൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എൻ റേസ് ലോഗ് എ ടു ദ ബേസ് പിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ എൻ റേസ് ലോഗ് എ ടു ദ ബേസ് പി ഈസ് ഈക്വൽ ടു എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ റേസ് ലോഗ് 2 ടു ദ ബേസ് 2. ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? ലോഗ് 2 ടു ദ ബേസ് 2ൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. 2ൻ്റെ പവറിൽ എഴുതുക. എങ്ങനെ 2ൻ്റെ പവറിൽ എഴുതുക? 2^1 ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ പവറിൽ വരുന്ന ടേം ആയിരിക്കും അതിൻ്റെ ആൻസർ. സോ നമുക്ക് കിട്ടും എൻ റേസ് ലോഗ് 2 ടു ദ ബേസ് 2 ഈസ് ഈക്വൽ ടു എൻ റേസ് ടു 1 വിച്ച് ഈസ് ഈക്വൽ ടു എൻ. ഇനി നമ്മളെ ജനറൽ ഫോർമുല, അതായത് എഫ് ഓഫ് എൻ്റെ ജനറൽ ഫോർമുലയും നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള എഫ് ഓഫ് എൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ജനറൽ ഫോർമുല എന്താ? തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് പി ഇൻറ്റു ലോഗ് റേസ് ടു കെ എൻ. ഇങ്ങനെയാണ് ഫോർമുല എങ്കിൽ എന്താണ് കേസസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എഫ് ഓഫ് എന്നിൻ്റെ ക്വസ്റ്റ്യനിലെ എഫ് ഓഫ് എൻ എന്താണ്? എൻ ഇൻറ്റു ലോഗ് എൻ അല്ലേ? അതെ, നമുക്ക് കിട്ടിയ എൻ റേസ് ലോഗ് എ ടു ദ ബേസ് ബിയുടെ വാല്യൂ എന്താണ്? എൻ. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ലോഗ് റേസ് ടു കെ ഇൻറ്റു എൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോഗ് എൻ ആണ്, അതായത് കെയുടെ വാല്യൂ ഇക്വലൻ ടു 1. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോർമുലയും സിമിലറായി വരുന്നില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കേസാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കുക. അപ്പോൾ ഏത് കേസായിട്ടാണ് വരുന്നത്? ഫസ്റ്റ് കേസ് അല്ലേ? അതായത് കെയുടെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ -1. നമ്മളെ കെയുടെ വാല്യൂ എന്താണ്? 1. അപ്പോൾ ഗ്രേറ്റർ ദാൻ -1 അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ വരുന്നത് തീറ്റ ഓഫ് എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി ഇൻറ്റു ലോഗ് റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു എൻ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും എന്താ? തീറ്റ ഓഫ് നമ്മൾ എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബിയുടെ ആൻസർ എൻ ഇൻറ്റു നമ്മുടെ കെയുടെ വാല്യൂ എന്താണ്? 1. ഓക്കെ, അപ്പോൾ ലോഗ് കെ പ്ലസ് 1, അതായത് കെയുടെ വാല്യൂ 1 ആകുമ്പോൾ 1 + 1 2. അപ്പോൾ ലോഗ് റേസ് ടു 2 ഇൻറ്റു എൻ. സോ ദ ഫൈനൽ സൊല്യൂഷൻ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് തീറ്റ ഓഫ് എൻ ഇൻറ്റു ലോഗ് റേസ് ടു 2 ഇൻറ്റു എൻ. മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.